വ്യത്യസ്തമായ സംരംഭങ്ങൾക്കും പുതിയ തുടക്കങ്ങൾക്കും ധൈര്യപ്പെടുന്നവർക്ക്, പ്രതികൂല സാഹചര്യങ്ങളെയും സമൂഹത്തിൻ്റെ എതിർപ്പുകളെയും അതിജീവിക്കുന്നവർക്ക് ഒരു പ്ലാറ്റ്ഫോം ആവാനാണ് ഔട്ട് ഓഫ് ദി ബോക്സിലൂടെ ഞങ്ങൾ ശ്രമിക്കുന്നത്. ഔട്ട് ഓഫ് ദി ബോക്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവനന്തപുരം നഗരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ ജനങ്ങളുടെ വൈവിധ്യം തന്നെയാണ്. നഗരത്തിലെ ജനസംഖ്യയുടെ ഭൂരിഭാഗം ആളുകളും ഇങ്ങോട്ട് ചേക്കേറിയവരാണ്. ഓരോ ദിവസവും പുതിയ എത്രയോ ആളുകൾ ഇങ്ങോട്ടെത്തുന്നു. നഗരത്തിൽ ആദ്യമായി എത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നഗരത്തിൻ്റെ മുക്കും മൂലയും ഹോട്ടലുകളും സ്ഥാപനങ്ങളും തുടങ്ങി ഏത് വിവരത്തിനും ഏത് ആവശ്യത്തിനും ഒറ്റ ക്ലിക്കിൽ മറുപടി പറയുന്ന ഒരു പോർട്ടലാണ് endeCity.com. endeCity.com എന്ന പോർട്ടലിൻ്റെ വിജയശില്പികളെക്കുറിച്ചാണ് ഇന്ന് ഔട്ട് ഓഫ് ദി ബോക്സിൽ നമ്മൾ സംസാരിക്കുന്നത്. ഹായ്, എൻ്റെ പേര് അരവിന്ദ് അജിത്. endeCity.comൻ്റെ ഒരു ഫൗണ്ടറാണ്. endeCity.com എന്ന് പറയുന്നത് ഒരു സൂപ്പർ ലോക്കൽ പോർട്ടൽ, ഒരു സിറ്റിയെ പറ്റിയിട്ടുള്ള മാക്സിമം ഇൻഫർമേഷൻ കൊടുക്കാൻ കഴിയുന്ന ഒരു പോർട്ടൽ. അതാണ് ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത്. എന്താണ് endeCity.com ആകണം എന്നുള്ളതിൻ്റെ ശരിക്കും ഒരു 10% മാത്രമേ ഇതുവരെ endeCity.com ആയിട്ടുള്ളൂ. ഇതിനകത്തൂടെ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുന്നത് വളരെ സൂപ്പർ ലോക്കലായിട്ടുള്ള ന്യൂസ്, അപ്ഡേറ്റ്സ്, ബിസിനസ് ഇൻഫർമേഷൻ, പിന്നെ റിലേറ്റഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള ഇൻഫർമേഷൻ. endeCity ഒരു സൂപ്പർ ലോക്കലായിട്ട് പോകുന്ന ഒരു സിറ്റി പോർട്ടലാണ്. ഇപ്പോൾ ട്രിവാൻഡ്രം തന്നെ ഞങ്ങൾ 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൊച്ചിയിൽ ഇപ്പോൾ ഞങ്ങൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഉടനെ തന്നെ ആഗസ്റ്റിൽ ലോഞ്ച് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവിടെയും കൊച്ചിയും മേജർ പ്ലേസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് സൂപ്പർ ലോക്കലായിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ട്രിവാൻഡ്രം മാത്രമല്ല, ട്രിവാൻഡ്രത്ത് ഇപ്പോൾ കഴക്കൂട്ടത്ത് ഒരാളെയാണ് നോക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ കഴക്കൂട്ടത്ത് ഒരു ബിസിനസ്സാണ് നോക്കുന്നതെങ്കിൽ അതിനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഴക്കൂട്ടം എന്നുള്ളൊരു പ്ലേസ് ടിക്ക് ചെയ്യുകയാണെങ്കിൽ കഴക്കൂട്ടത്തുള്ള മാത്രം പ്രൊഫഷണൽസിനെയും ബിസിനസ്സിനെയും കാണിക്കുന്നതാണ്. ആ തരത്തിൽ പോകുന്ന ഒരു ബിസിനസ് പോർട്ടൽ, ഒരു സിറ്റി പോർട്ടൽ വേറെ ഇല്ല. ഇപ്പോൾ endeCity കൂടെ നിങ്ങൾക്ക് പ്രധാനമായും ന്യൂസ്, ജോബ് അപ്ഡേറ്റ്സ്, നൗ റണ്ണിങ് മൂവി തിയേറ്റർ ലിസ്റ്റിങ്സ്, പിന്നെ പ്രൊഫഷണൽസ്, ബിസിനസ്, അങ്ങനെയുള്ള കുറേ ഡീറ്റെയിൽസ് തിരുവനന്തപുരം ബേസ് ചെയ്ത് ലഭിക്കുന്നതാണ്. ഇപ്പോൾ പ്രൊഫഷണൽസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഇപ്പോൾ തേങ്ങ വെട്ടുകാർ തൊട്ട് കാർപ്പൻറ്റേഴ്സ്, പെയിൻറ്റേഴ്സ് തൊട്ട് അഡ്വക്കേറ്റ്സ്, ഡോക്ടേഴ്സ്, ഡെൻറ്റിസ്റ്റ് വരെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കിട്ടാവുന്ന മാക്സിമം ഡാറ്റാബേസ് എടുത്ത് ഞങ്ങൾ ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്ട്രാറ്റജി ആൻഡ് മാർക്കറ്റിംഗ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത് അറ്റ് endeCity.com. endeCity.com തുടങ്ങിയത് ഒരു സൂപ്പർ ലോക്കൽ നീഷ് പോർട്ടലായിട്ടാണ്, ടു കേറ്റർ ടു എവ്രി വൺസ് നീഡ്സ് ടു ഫൈൻഡ് ലോക്കൽ ബിസിനസ്സസ്. നമ്മൾ ഫൗണ്ടേഴ്സ് തുടങ്ങിയത് തന്നെ ഇവിടുത്തെ ഗ്യാപ്പ് മനസ്സിലാക്കിക്കൊണ്ടാണ്. ഇവിടുത്തെ ലോക്കൽ ബിസിനസ്സസ്, ലോക്കൽ സർവീസസ്, ഇവൻറ്റ്സ് കണ്ടുപിടിക്കാൻ, ആൾക്കാർക്ക് എത്തിക്കാനും ആയിട്ടാണ് തുടങ്ങിയത്. ടുഡേ ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ലീഡിംഗ് പോർട്ടൽസ് ഇൻ ട്രിവാൻഡ്രം. വിത്ത് ഓവർ 2 lakh odd visits per month, we are the number one portal. ടുഡേ ഗൂഗിളിൽ ഇപ്പോൾ ആൾക്കാർ ലോക്കൽ ബിസിനസ്സസ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ പോലും ആദ്യം endeCity-യിലാണ് വരുന്നത്. We are the most preferred business listing portal in Trivandrum. endeCity-യുടെ തുടക്കം എന്ന് പറയുന്നത് ശരിക്കും ഒരു സോഷ്യൽ ആക്ടിവിറ്റി എന്നാണ് തുടങ്ങുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേവ് മുല്ലപ്പെരിയാർ ക്യാമ്പയിൻ, അത് ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇപ്പോൾ ട്രിവാൻഡ്രം ബേസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ പാർട്ണർ ഇപ്പോൾ അമൽ ബാബു ആണ്. അമൽ ബാബു ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് അതിൽ ഇൻട്രസ്റ്റ് തോന്നുകയും ഞാൻ അങ്ങനെ അമൽ ബാബുവിനെ കോൺടാക്ട് ചെയ്ത് ഈ ആക്ടിവിറ്റിയിൽ ജോയിൻ ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെ നമ്മൾ മുല്ലപ്പെരിയാറിൻ്റെ വേണ്ടിയിട്ട് ഓൺലൈനും ഓഫ്ലൈനായിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുമ്പോൾ തന്നെ നമുക്ക് അതായത് പരസ്പരം നമുക്കൊരു തോന്നലുണ്ടായിരുന്നു. അതായത് പ്രധാനമായിട്ടും ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൻ്റെ പൊട്ടൻഷ്യൽ, പിന്നെ ഇതുപോലുള്ള നമ്മുടെ ലോക്കൽ ആക്ടിവിറ്റീസും ന്യൂസും അപ്ഡേറ്റ്സൊക്കെ നമുക്ക് ഒരിടത്ത് ചേർത്ത് കൊണ്ടുവരാൻ ഒരു സ്ഥലം, അങ്ങനെ ഒരു വെബ്സൈറ്റ്, അങ്ങനെ ഒരു ഓൺലൈൻ മീഡിയയുടെ അഭാവം നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ഞാനും അമൽ ബാബുവും ചേർന്ന് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് endeCity.com. ഇത് നമ്മൾ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നത് ഒക്ടോബർ 2012
പക്ഷേ ഇതിന് വളരെ മുന്നേ തന്നെ നമ്മളിതിൻ്റെ മാർക്കറ്റിംഗ്, ഓൺലൈൻ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങി ഞങ്ങൾ ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏതാണ്ട് 6000-ൽ പരം ഫേസ്ബുക്ക് ഫാൻസ് ഉണ്ടായിരുന്നു. അതിനുള്ളിൽ തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് 1000-ന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. അതിപ്പോൾ വളർന്ന് ശരിക്കും ഇപ്പോൾ നമുക്ക് 7000-ന് മുകളിൽ സബ്സ്ക്രൈബേഴ്സും ആക്റ്റീവായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സും ഫേസ്ബുക്കിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഏതാണ്ട് 50,000-ന് അടുക്കുന്നു. 50,000-നോളം ഫേസ്ബുക്ക് ഫാൻസും ഉണ്ട്. ഇവരൊക്കെ വളരെ ആക്റ്റീവാണ്. നമുക്ക് സ്ഥിരം ഇത് എൻ്റെ സിറ്റിയെ ഡ്രൈവ് ചെയ്യുന്നത് വരെ തന്നെ ഇത് നമ്മുടെ ഈ ഫാൻസാണ്. ഇവർ സ്ഥിരം ആയിട്ട് ന്യൂസ് അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് ഇങ്ങോട്ട് തരാറുണ്ട്. നമ്മളിടുന്നതിന് അവർ വളരെ ആക്റ്റീവായിട്ട് സജഷൻസ് തരും, വിമർശിക്കും. ഇതിൽ കൂടെയാണ് ശരിക്കും എൻ്റെ സിറ്റി വളരുന്നത്.